കേരളത്തിൽ ഏകദേശം ഒരു 130ഓളം ടൈപ്പ് പാമ്പുകളുണ്ട്. അതിൽ വിഷം വരുന്ന ഈ പറഞ്ഞ ബിഗ് ഫോറിൽ വരുന്ന പ്രശ്നമുള്ളത് ഈ നാലെണ്ണമാണ്. ശംഖുവരയൻ, മൂർഖൻ, രാജവെമ്പാല ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അടി ഭയങ്കര കുറവാണ്. കഴിഞ്ഞ 10 വർഷത്തെ തന്നെ വളരെ ചുരുക്കം, വിരലുണ്ടാവുന്ന അത്രയും മാത്രം ഡെത്തുകൾ സംഭവിക്കും. പക്ഷേ രാജവെമ്പാല അതിന്റെ പേര് കൊണ്ടുള്ള ഒരു രാജകീയ പേരായിട്ടായിരിക്കും അതിന് ആൾക്കാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത് രാജവെമ്പാല തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാൻ അധികം ശ്രമിക്കാറില്ല. അപ്പോൾ കൂടുതൽ അറ്റാക്ക് വരുന്നത് ഈ രണ്ട് തരത്തിൽ വേണം. ഇപ്പൊ നക്ടേണലും ഡയണലും, അതായത് രാത്രി കാലങ്ങളിൽ കാണുന്ന പാമ്പ്. അതിൽ പ്രധാനപ്പെട്ട അത് അതിന്റെ ഇതുപോലെ ഇരിക്കും. രാത്രി കാലത്തിൽ ഇറങ്ങുന്ന പാമ്പാണ് ഈ പറഞ്ഞ ക്രേറ്റ്, വെള്ളിക്കെട്ട് എന്ന് പറഞ്ഞ ക്രേറ്റ്. അപ്പൊ രാത്രി കാലത്തിലായിരിക്കും അതിന്റെ കടി കൂടുതൽ കിട്ടാൻ ചാൻസ് വരിക, കാരണം ഏറെ തേടി ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ റസൽസ് വൈപ്പറും നമ്മുടെ മൂർഖനും ഒക്കെ പകലാണ് കാണുന്നത്. പിന്നെ ഈ ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞാൽ, ടെമ്പറേച്ചർ ഇവർക്ക് സ്വമേധ, ഇപ്പൊ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തുകൊണ്ട് അവർക്ക് പറ്റില്ല. അവർക്ക് എൻവയറമെന്റൽ ടെമ്പറേച്ചർ വേണം. അതായത് സൂര്യപ്രകാശം വേലി കായണം. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ഓന്തോ വെള്ളം വന്നിങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേലി കായുന്ന, അപ്പൊ വേലി കായണം. പക്ഷെ ഒത്തിരി ചൂടാകുമ്പോഴത്തേക്ക് അവർ തണുപ്പ് പ്രദേശങ്ങളിലേക്ക് മാറും. അതിന് പോട്ട്സ് എന്ന് പറയും, പ്രിഫേർഡ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ സോൺ. അപ്പൊ അതിലെ അവർ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ചകിരിയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ വിറകിന്റെ ഇടയ്ക്ക് ആ കടികളാണ് കൂടുതൽ നമുക്ക് കിട്ടാറുള്ളത്. അല്ലെങ്കിൽ വീടിന്റെ അകത്ത് ഏതെങ്കിലും തണുപ്പ് സ്ഥലങ്ങളിൽ അത് ചൂട് കൂടുമ്പോൾ സമയത്ത് തണുപ്പിലേക്ക് പോകുന്ന. പക്ഷെ ചൂട് കൂടുന്നതുകൊണ്ട് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു സീസൺ അത് ബ്രീഡിംഗ് സീസൺ. ആ ബ്രീഡിംഗ് സീസണിന്റെ അകത്താണ് കുട്ടികൾ അധികമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. കൂടുതൽ ഒരു റീസൺ കൂടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാലിന്യ പ്രശ്നത്തിനാണ്. മാലിന്യം വരുമ്പോൾ അവിടെ എലികൾ വരും. അപ്പൊ എലികളെ ഹണ്ട് ചെയ്യാൻ, അവർക്ക് ഭക്ഷണമാണ് പ്രധാനം. എലികളെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പാമ്പുകൾ കൂടുതലായിട്ടും വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞു പാമ്പുകൾ കടിയേറ്റ് മരിക്കുന്നത് എണ്ണം കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏപ്രിൽ ഈ മാസം ഒരു 8 മരണം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ പക്ഷേ ഇഴജന്തുക്കളെ ഞങ്ങൾ ശരിക്കും കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യം ആൾക്കാരെ ഇപ്പൊ വീട്ടിന്റെ പരിസരത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് സാർ പറഞ്ഞതിൽ ഒന്ന് ക്രീപ്പേഴ്സ്, അതായത് ചെടികള് നമ്മുടെ ടെറസിലേക്ക് പടർത്തുന്നത്. പാമ്പുകൾക്ക് അങ്ങനെ ചുവര് കയറാം. നമ്മുടെ വോൾഫ്സിനെ ചുവർ പാമ്പുകൾക്ക് മാത്രം അങ്ങനെ കയറാനുള്ള കഴിവുള്ളൂ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ മുകളിലേക്ക് കയറിലൂടെ കയറി പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഷെയ്ഡുള്ളത് ഈ ഒരു മോഷൻ അവർക്ക് പലപ്പോഴും പാടാണ്. അപ്പൊ ആ ഷെയ്ഡുകൾ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു ഫാം വെക്കുമ്പോഴത്തേക്ക് അതിൽ ഷെയ്ഡ് തള്ളിയിട്ടായിരുന്നു. അപ്പൊ അതിന് ആ ഒരു 180 ഡിഗ്രി തിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും, എലികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ആ ഷെയ്ഡുകൾ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ അയ കെട്ടുകയോ അല്ലെങ്കിൽ കയറ് കെട്ടുകയോ ചെയ്താൽ അതുവഴി കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു നമ്മുടെ എക്കോസിസ്റ്റത്തിന് വേണ്ടതായിട്ടുള്ള കുറെ പാമ്പുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചേര നമ്മൾ മെയിൻറ്റെയിൻ ഇല്ല. ചേര കടിച്ചാലും പ്രശ്നമില്ല, വിഷമില്ല. അപ്പൊ പേടിക്കണം. ചേര പൊതുവെ അങ്ങനെ ഒരു പാമ്പ് പൊതുവെ വന്ന് കടിക്കാറില്ല. പക്ഷെ അതിനെ വേദനിക്കുക അല്ലെങ്കിൽ കൂടുതൽ കാര്യമില്ല. ചില ആനിമൽസ് മൈൽഡ്ലി വെനമസ് പറയും. നമ്മുടെ ഈ വില്ലു പച്ചിലപ്പാമ്പ് പറയുന്നതൊക്കെ മൈൽഡ്ലി വെനമസാ. പക്ഷെ അതിന്റെ കടി അത്രയും അങ്ങോട്ടേക്ക് ഇറങ്ങില്ല, ചെറിയ റിയാക്ഷൻസ് മാത്രമേ വരാറുള്ളൂ.